എല്ലാവർക്കും നമസ്കാരം. ആ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ മനുസ്മൃതി ഉദ്ധരിച്ചുകൊണ്ട് ഈ വിരാട് പുരുഷൻ്റെ ശിരസിൽ നിന്ന് ബ്രാഹ്മണൻ, ഉദരത്തിൽ നിന്ന് ക്ഷത്രിയൻ, തുടയിൽ നിന്ന് വൈശ്യൻ, പാദത്തിൽ നിന്ന് ശൂദ്രനും ജന്മമെടുത്തു എന്നാണ് മനുസ്മൃതി പറയുന്നത്. അതിന് താഴോട്ടുള്ള ജാതിയെക്കുറിച്ചോ മനുഷ്യരെക്കുറിച്ചോ മനുസ്മൃതി ഒന്നും പറയുന്നില്ല എന്നുള്ള വാസ്തവം. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ നമ്മുടെ അയ്യങ്കാളി അദ്ദേഹം ഒരു കമന്റ് പറയുകയുണ്ടായി. എന്താണ്, ഇവരെല്ലാം അങ്ങനെ ജനിച്ചവരാണ്, ബാക്കിയുള്ളവരൊക്കെ അവനവന്റെ തന്തയ്ക്ക് ജനിച്ചവരാണ് എന്ന് അദ്ദേഹം ഒരു കമന്റ് പറയുകയുണ്ടായി. പക്ഷെ ആ കഥയൊക്കെ ഇത് മാറ്റിപ്പറയേണ്ടി വരികയാണ് കേരളത്തിലെങ്കിലും. അത്തരത്തിലൊരു സംഭവമാണ് നമ്മുടെ കൃഷ്ണകുമാറിനെയും കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഒരു സംഭവം. ഈ ആരുടെ നീ എന്ന് ചോദിച്ചു. ഈ ട്രേഡ് യൂണിയൻ വാഴുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുക എന്ന് പറയുന്നത് ഒരു വലിയ ബന്ധപ്പാടാണ്. ഈ പറഞ്ഞ ഈ കൃഷ്ണകുമാർ പണ്ട് വളരെ പണ്ട് അദ്ദേഹത്തിന്റെ ചെറുതിലെ എൻ്റെ വീട്ടിൽ ജോലിക്ക് വരുന്നവർ എൻ്റെ വീട്ടുമുറ്റത്ത് കുഴി കുത്തി കഞ്ഞി കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതിനെ അപരാധം എന്ന് പറഞ്ഞപ്പോൾ ചില മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇല്ല, എന്താ സുഹൃത്തെ, അത് ശരിയല്ലേ? ഒക്കെ ശരിയാണ്, ഈ പറഞ്ഞതൊക്കെ ശരിയാണ്, നടന്നതും ഒക്കെ ശരിയാണ്. പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് എന്ന് കരുതി നമ്മളെ ജാതീയമായിട്ട് ആക്ഷേപിക്കാനായിട്ട് ആരെങ്കിലും കരുതി കൂട്ടി എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇതൊക്കെ വകവെച്ച് കൊടുത്തും മിണ്ടാതെ പോകുന്ന ആരാണെന്നും ഈ കേരളത്തിലുള്ളത്. ഈ കേൾക്കുന്നത് നിങ്ങൾ അങ്ങനെ കേട്ടിട്ട് പോകും. നിങ്ങളെ ജാതീയമായിട്ട് ആക്ഷേപിച്ചാൽ നിങ്ങളത് കേട്ടിട്ട് പോകും. ഇപ്പം ഞാനൊരു ക്രിസ്ത്യൻ സമുദായത്തിൽ ജനിച്ച ഒരാളാണ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ലത്തീൻ കാത്തലിക്സ് ആണ്. അപ്പോൾ എൻ്റെ മുകളിലുള്ള ഈ റോമൻ കാത്തലിക്സ് എന്നെ ജാതീയമായിട്ട് ആക്ഷേപിക്കാൻ ശ്രമിച്ചാൽ ഞാനിത് കേട്ടിട്ട് പോകും. ഞാൻ പറയും, പോടാ പുല്ല, ഞാൻ നിന്റെ ചെലവിലാണോ ജീവിക്കുന്നത് ചോദിച്ചിട്ടല്ലേ പോകുള്ളൂ. അത് ആരായാലും ചോദിക്കും. ഇന്നങ്ങനെ കേട്ടുകൊണ്ട് പോകുന്നവരൊന്നും കേരളത്തിലില്ല. ഇവിടെ നടൻ കൃഷ്ണകുമാർ, അദ്ദേഹം സിനിമ നടൻ മാത്രമല്ല, അദ്ദേഹം ഒരു സീരിയൽ ആർട്ടിസ്റ്റാണ്. അതിലുപരി അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ അദ്ദേഹം കൊല്ലത്ത് BJP സ്ഥാനാർത്ഥിയായിട്ടൊന്ന് മത്സരിക്കുകയുണ്ടായി. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോലും പരിചയപ്പെടുത്തേണ്ട ആവശ്യമല്ല. അത്രത്തോളം അവരൊന്ന് കേരളത്തിൽ ഫേമസ് ആണ്. ഇവർ സെലിബ്രിറ്റികളാണ്, ഇവർക്ക് സ്വന്തം ഈ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളവരാണ്. പക്ഷെ അത്തരത്തിലല്ല ഇവർ ഫേമസ് ആയത്. അവർ ഫേമസ് ആണ് എങ്കിൽ പോലും മറ്റൊരു സംഭവത്തിലാണെന്ന് ഇപ്പോൾ കേരളത്തിൽ ഇവർ അത്രത്തോളം ഫേമസ് ആയിരിക്കുന്നത്. കൃഷ്ണകുമാറിന് 4 പെൺകുട്ടികളാണ്. അതിൽ രണ്ടാമത്തെ പെൺകുട്ടിയുടെ പേര് ദിയ. ഈ ദിയ നടത്തുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ജോലി ചെയ്തു വന്നിരുന്നത് 3 പെൺകുട്ടികളാണ്. ഇത് പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ മതിയാകില്ല കേട്ടോ. ഈ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പച്ച പാവങ്ങളാണ് ഈ പെൺകുട്ടികൾ. ഈ യുവമാരെല്ലാവരും കൂടി ഈ സ്ഥാപനത്തിൽ നിന്ന് 69 ലക്ഷം രൂപയുടെ തിരിമറിയാണ് നടത്തിയിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരാഴ്ച മുമ്പ് സോഷ്യൽ മീഡിയയിൽ ലൈവായിട്ട് നിന്നൊരു വാർത്ത തന്നെയാണ്. പക്ഷെ ഇത് പെട്ടെന്നൊന്ന് മുങ്ങിപ്പോയത് നമുക്കെല്ലാം അറിയാം. അതായത് നമ്മളെയൊക്കെ ഞെട്ടിച്ച, നമ്മളെയൊക്കെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമാണ് അഹമ്മദാബാദിലെ ഈ വിമാന ദുരന്തം. ഈ ദുരന്തത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന 241, പിന്നെ ഈ വിമാനം ഒരു സ്കൂൾ കെട്ടിടത്തിലാണ് അത് വീണത്. അപ്പോൾ ആ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ 300 പേരും ആളുകളാണ് അതിൽ കൊല്ലപ്പെട്ടത്. ഈ കൊല്ലപ്പെട്ട കുടുംബങ്ങളോട് നമ്മൾ എത്ര ആശ്വാസവാക്ക് പറഞ്ഞാലും അത് മതിയാകില്ല. എങ്കിലും ഈ അവസരത്തിൽ മൊമൻസിന്റെ അനുശോചനം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇറാൻ-ഇറാഖ് യുദ്ധം. അപ്പോൾ ഈ വാർത്തകൾ ഒക്കെ വന്നപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഈ കൃഷ്ണകുമാറിന്റെ വാർത്ത ഒന്ന് മുങ്ങിപ്പോയതാണ്. എങ്കിലും വരും ദിവസങ്ങളിൽ ഈ വിഷയം കേരളം ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കേരളം എന്നും സ്ത്രീപക്ഷത്താണ്. സ്ത്രീക്ക് ഒരു പ്രശ്നം വന്നാൽ അതിനെ നേരിടുന്നതിന് നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ്. അതിൽ സംശയമില്ല. കേരളം അത്തരത്തിലൊരു നിലപാട് ഈ കാലാകാലങ്ങളിൽ എടുത്തിട്ടുള്ളൂ. തുടക്കത്തിൽ നമ്മൾ ഈ ഒരു 3 പെൺകുട്ടികളുടെ പക്ഷത്തായിരുന്നു. പക്ഷേ ഈ ഉഡായിപ്പ് തിരിച്ചറിഞ്ഞപ്പോൾ അല്ല, വാദിപ്രതിയായി എന്ന് പറയാറില്ലേ, ആ ഒരവസ്ഥയായിരുന്നു. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ തെറി കൊണ്ട് അഭിഷേകമാണ്. ഇപ്പോൾ നേരെ എതിരായി. ഈ ഉഡായിപ്പ് കൈയോടെ പൊക്കിയപ്പോൾ ഈ കൃഷ്ണകുമാറിനെതിരെയും ദിയയുടെ ഹസ്ബൻഡിനെതിരെയും നമ്മളെ ജാതീയമായി ആക്ഷേപിച്ചു, നമ്മുടെ ലൈംഗിക ചുവടുകൂടി സംസാരിച്ചു, നമ്മളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇതൊന്ന് ഒരു തടി തപ്പാനുള്ളൊരു ശ്രമം ഇവർ നടത്തി നോക്കി. ഈ ശ്രമം പാളി അവസാനം ഇവളൊക്കെ പെട്ടു എന്ന് പറയുന്നതാണ് സത്യം. ഇപ്പൊ കീഴ്ജാതി എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു വിഭാഗമുണ്ടല്ലോ, അതിൽ ചിലരൊക്കെ എടുക്കുന്ന ഒരു നമ്പറാണ് ഈ ജാതി അല്ലെങ്കിൽ ഈ പീഡനം. അവസാനം ഈ വീഡിയോ വോയിസ് ക്ലിപ്പും ഈ ഡിജിറ്റൽ തെളിവുകളെല്ലാം പുറത്തു വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഇട്ടിരുന്ന അണ്ടർവെയർ ഊരിപ്പോയി വിവസ്ത്രയായി നിൽക്കേണ്ടി വന്നത് ഈ പെൺകുട്ടികൾക്കാണ്.
ഇതിനുശേഷം ഇവരുടെ കള്ളം കണ്ടുപിടിക്കപ്പെട്ടതിന് ശേഷം സൗഹൃദപരമായിട്ട് നടന്ന ഒരു സംഭാഷണത്തിൽ ഇവർ ഈ ചെയ്ത കാര്യം ഇവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഈ എടുത്ത പൈസയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ചോദിക്കുമ്പോൾ ഇതൊക്കെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. മൊത്തത്തിൽ നിങ്ങൾ ക്യാഷ് എത്ര വീതിച്ചെടുത്തപ്പോൾ നിനക്ക് എത്ര കിട്ടി എന്നല്ല ചോദിക്കുന്നത്, മൊത്തത്തിൽ ക്യാഷ് എത്ര എടുത്തു? ദിവ്യ, ഞാൻ ദിവ്യക്ക് അറിഞ്ഞോണ്ടല്ലോ പിന്നെ ഇതുപോലെ ആയിരിക്കില്ല. അല്ല, കാരണം നിങ്ങൾ പറയും ഇവർ പോലീസിനെ വിളിക്കണ്ടെന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ ഊമയെ പോലെ മിണ്ടാതിരുന്ന കൃത്യം ഞാൻ ഇത് നോക്കും. അടുത്ത സ്റ്റോറി ഞാൻ ഇടും. എന്തിനാ അറിയാമോ? ക്യാഷ് ആയിട്ട് ക്യാഷ് കൊടുത്ത എല്ലാവരോടും, കാരണം വാങ്ങിച്ചവർക്ക് അറിയാലോ അവർ എത്ര കൊടുത്തു. അതെ, കറക്റ്റ് കൃത്യമുള്ള അങ്ങനെ എങ്ങനെയല്ല. ബിക്കോസ് ഞാൻ അവസാനം വരെ മാന്യമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് സത്യം അറിയണം. കാരണം അവൻ സ്റ്റോറി ഇത്രയും നാൾ വരെ ദിവ്യ മാത്രം എടുത്ത് എത്ര വർഷമാണ്, ബാക്കി എന്നെ പോയിട്ട് അല്ല. അപ്പൊ ഗ്രൂപ്പ് ആയിട്ടുള്ളത് 3 പേര് എത്ര എടുത്താണ്? 1 ലക്ഷം രൂപ എന്തായാലും. പക്ഷെ ഈ സൗഹൃദ സംഭാഷണവും ഒക്കെ കഴിഞ്ഞ് പുറത്തു വന്ന ഈ മുള്ളിപ്പോയ പെൺകുട്ടിയുടെ അല്ല പിന്നീട് നമ്മൾ കണ്ടത്. കക്കാനല്ല നിൽക്കാനും അറിയാൻ മടി എന്നുള്ളൊരു ഭാവമായിരുന്നു പിന്നെ ഈ പെൺകുട്ടികൾക്ക്. ഈ ത്രിമൂർത്തികളിൽ ആ കണ്ണാടി വെച്ചൊരു ഒരു 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 കൊച്ചു ചുള്ളത്തി സാധനം ഉണ്ടായിരുന്നു. അവരുടെ പെർഫോമൻസ് ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ പെർഫോമൻസ് കൂടി നമുക്കൊന്ന് കാണാം. ഞങ്ങളിപ്പോൾ അവിടെ ജോലിക്ക് കയറിയിട്ട് 1 വർഷമായി. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ ജോലിക്ക് കയറിയപ്പോൾ DMM ഞങ്ങളുടെ ഇങ്ങോട്ട് പറഞ്ഞത്, നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ പേയ്മെൻ്റ് ഒക്കെ നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി. കാരണം എൻ്റെ അക്കൗണ്ടിൽ മേടിച്ചാണെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബാങ്കിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ട്. ആദ്യം നമ്മുടെ അങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി, എന്നിട്ട് വീക്കിലിയോ മന്ത്ലിയോ ഞാൻ എപ്പോഴാണോ വരുന്ന ആ സമയത്ത് നിങ്ങൾ എനിക്ക് ക്യാഷ് ആയിട്ട് കയ്യിൽ തന്നാൽ മതി എന്നാണ് DMM നമ്മളെ അറിയിച്ചിരുന്നത്. പിന്നീട് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ദിയ ചേച്ചി ഇങ്ങനെ ഞങ്ങളുടെ പറയുന്നത്, നമുക്ക് ടാക്സിൻ്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. ഷോപ്പിലുള്ള എല്ലാ കാര്യങ്ങളും വെച്ചാൽ ക്യാഷിൻ്റേതായിട്ടുള്ള അവിടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതായാലും അവിടുത്തെ പാക്കിംഗ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന ആയാലും ഇവരുടെ സാലറി കൊടുക്കുന്നതായാലും എല്ലാം ഞാനാണ് ചെയ്യുന്നത്. കാരണം അതെല്ലാം നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ക്യാഷിൻ്റെ കാര്യം. ദിയ ചേച്ചി പലപ്പോഴും ഷോപ്പിൽ വരാറില്ല, പലപ്പോഴും ഇല്ല ദിയ ചേച്ചി വരാറില്ല. ദിയ ചേച്ചി എപ്പോഴും ട്രിപ്പിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്, ദിയ ചേച്ചി വരാറേ ഇല്ല. അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മളെ പാർട്ട് ടൈം എന്ന് പറഞ്ഞ് വിളിച്ച ജോലി ഓവർ ടൈം ആകുന്നതിനെതിരെ ഞങ്ങൾ ജോലി ചെയ്ത് മാറാൻ വേണ്ടി കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് ആദ്യമൊക്കെ പറഞ്ഞപ്പോൾ ദിയ ചേച്ചി അത് കുഴപ്പമില്ല, എൻ്റെ ഡെലിവറി കഴിയുന്നവരെങ്കിലും നിങ്ങൾ നിൽക്കണം, അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ സ്റ്റാഫിനെ നോക്കിക്കോളാം, അതുവരെ നിങ്ങൾ എനിക്ക് സമയം തരണമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ വീണ്ടും അവിടെ പിടിച്ചു നിന്നത്. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെയെന്ന് എന്ത് പറഞ്ഞാലും ഇങ്ങനെ അടിച്ചമർത്തുന്ന സംസാരം, ജാതീയമായിട്ട് അധിക്ഷേപിക്കുന്നത്, മറ്റു ആൾക്കാരടുത്ത് നമ്മളെപ്പറ്റി കുറ്റം പറയുന്നത്, കമ്പാരിസൺ ചെയ്യുന്നത്. ഇപ്പോൾ ഡ്രൈവർ പറഞ്ഞു ഇങ്ങനെ, എൻ്റെ സ്റ്റാഫ് പറഞ്ഞു അങ്ങനെ, എൻ്റെ അമ്മ പറഞ്ഞു ഇങ്ങനെ, നിങ്ങൾ അങ്ങനെയാണെന്ന്, നിങ്ങൾക്ക് ഇങ്ങനെയാണെന്ന്, ഇങ്ങനത്തെ ഓരോ കാരണങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഓഫീസിൽ വെച്ച് ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനി ഞങ്ങൾ ജോലിക്ക് വരുന്നില്ല. സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ പെർഫോമൻസ് കണ്ടപ്പോൾ ഞാൻ കർത്താവേ എന്ന് വിളിച്ചുപോയി. ഞാനൊരു വീഡിയോ ചെയ്യാനായിട്ട് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ഞാൻ ചെയ്തതെന്ന് അറിയാമോ? പക്ഷേ ഇവള് ഈ ശ്വാസം വിടാതെ ഈ സംസാരിക്കുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് സത്യം. വല്ല അവാർഡും കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കണ്ണാടി വെച്ച് ഇവൾക്ക് തന്നെ കൊടുക്കണം. ഇവളുമാര് യഥാർത്ഥത്തിൽ വക്കീല് പറഞ്ഞു കൊടുത്ത പാഠങ്ങളാണ് ഇവളൊക്കെ വന്ന് ചൊല്ലി കേൾപ്പിച്ചത്. പക്ഷേ കൃഷ്ണകുമാറും കുടുംബവും സംസാരിക്കുന്നത് വീഡിയോ വോയിസിന്റെയും അതുപോലെ ഡിജിറ്റൽ തെളിവിന്റെയും അടിസ്ഥാനത്തിലാണ്. ഇവരുടെ ഈ ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ട ഗുരുതരമായ ഒരു ആരോപണം എന്ന് പറയുന്നത് ഇവരെ തട്ടിക്കൊണ്ടുപോയി എന്തോ ഉണ്ടാക്കി എന്ന് പറയുന്നതാണ്. നമുക്ക് ആ വീഡിയോ കൂടെ ഒന്ന് കാണാം. അപ്പോൾ ദിയ ഇങ്ങനെ പറഞ്ഞ് ദിയയുടെ വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് വന്നു. 3 കാറുകളിലായിട്ടാണ് ദിയ രാധുവിനെ സെപ്പറേറ്റ് ഒരു കാറിൽ, ഞങ്ങളെ 2 പേരെ സെപ്പറേറ്റ് ഒരു കാറിൽ നിർബന്ധിപ്പിച്ച് അത് തട്ടിക്കൊണ്ട് പോകുന്നത് തന്നെയാണ്. നമ്മളറിയാത്തൊരു വണ്ടിയിൽ നമ്മളെ കയറ്റിയിട്ട് പോകുന്നത്, ഞങ്ങളുടെ സ്വന്തം വണ്ടിയിൽ പോലും വരാൻ വിടാതെ അവർ ഏതോ ഒരു ഓഫീസിലാണ് ഞങ്ങളെ കൊണ്ടുപോയത്. പിന്നീട് ഞങ്ങൾക്ക് അവരെ സംസാരത്തിൽ നിന്നാണ് അത് അമ്പലമുക്കുള്ള ഒരു ഓഫീസാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അവിടെ ക്യാമറ ഒന്നുമില്ല. അവിടെ ഒരു 6-7 ഒരു 10 ആൾക്കാരുണ്ടായിരുന്നു. കൃഷ്ണകുമാർ സാറിൻ്റെ 4 മക്കളും ഭാര്യയും പിന്നെ അവരുടെ 3 പേഴ്സണൽ ഡ്രൈവേഴ്സും, അതുകൂടാതെ അവരുടെ പാർട്ടിക്കൊക്കെ വേണ്ടി വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു ചെറുപ്പക്കാരനും ഒരു റിസപ്ഷനിസ്റ്റും, അങ്ങനെ കുറെ അധികം ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ, സുമേധയാ ഈ പെൺകുട്ടികൾ 2 പേര്, 3 പേര് 2 പേര് ഈ കാറിൽ കയറി പോകുന്നതും മറ്റൊരു പെൺകുട്ടി ഇവൾ വന്ന സ്കൂട്ടിയിൽ ഇവള് ഈ വാഹനത്തിന് പിന്നാലെ പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഈ വീഡിയോ ഒക്കെ പുറത്തു വന്നപ്പോൾ ഇവരുടെയൊക്കെ ഈ വാദവും പൊളിഞ്ഞു. ഈ വല്ലവനെയും പറ്റിച്ച് തിന്നുമ്പോൾ ഒരു സുഖം, പക്ഷെ പിടിക്കപ്പെടുമ്പോൾ എന്താണ് പറയുക, നമ്മൾ ഇട്ടിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു തലവഴിയിട്ട് മൂടേണ്ട ഒരു അവസ്ഥ വരും, ആരും തിരിച്ചറിയാതിരിക്കാൻ. ഒളിവിലായിരുന്ന ഈ പെൺകുട്ടികളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ കേസ് കോടതിയിലാണ്. ഈ ഒരു കേസ്
ഇത്തരം സംഭവങ്ങൾക്കൊരു വഴിത്തിരിവാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇത്തരത്തിൽ എന്തെങ്കിലും ഉടായ്പ കാണിച്ചിട്ടു, ജാതീയമായി ആക്ഷേപിച്ചു, നമ്മളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് സ്വീകരിക്കുന്ന ഒരു നിലപാടൊക്കെ ഇവിടെ അവസാനിക്കേണ്ടിയിരിക്കുകയാണ്. അതല്ലെങ്കിൽ ഇനിയിപ്പോൾ സത്യസന്ധമായിട്ട് അത്തരത്തിലൊരു സംഭവം നടന്നാൽ, സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിലൊരു ആക്ഷേപമോ അല്ലെങ്കിൽ ഒരു പീഡന ശ്രമങ്ങളോ ഒക്കെ നടന്നാൽ അതൊക്കെ അവിശ്വസിക്കുന്ന, അതിനെതിരെ മുഖം തിരിക്കുന്ന ഒരു നിലപാട് പക്ഷേ കേരളം സ്വീകരിച്ചെന്ന് വരാം. അത് ഇതിനേക്കാളും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.